സഹോദരന്മാരെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റിന്റെ അടിയിൽ പലരും വന്നിട്ട് എന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലും പല രൂപത്തിൽ എന്നെ വിമർശിക്കുന്ന രൂപത്തിലെല്ലാം കമന്റ് ഇട്ട്. ഞാൻ ആ വീഡിയോയിൽ സത്യത്തിൽ എന്നാ പറഞ്ഞേ, ഈ പണ്ഡിതന്മാരുടെ ഫോട്ടോ എടുത്തിട്ട് റോഡുമേൽ വെക്കുന്നതും വണ്ടിമേൽ ഒട്ടിക്കുന്നതും അതൊന്നും ശരിയില്ല. രാഷ്ട്രീയക്കാർക്കാകാം, പക്ഷെ പണ്ഡിതന്മാർ എന്തിനാണ് നിങ്ങൾ ഈ റോഡുമേലേക്ക് ഈ കച്ചറയിലേക്ക് വലിച്ചേക്കുന്നത്? ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്തേ, ഇന്നലെ ആ വീഡിയോ ഇട്ട്. അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ നല്ല അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതിൽ ന്യൂനാനുപക്ഷമായ ചില ആൾക്കാർ, അത് ലീഗിന്റെ പ്രവർത്തകന്മാർ, അവർക്കിതൊന്നും സഹിക്കൂല. അതിൽപ്പെട്ടൊരു സുഹൃത്താണ്, എന്റെ സുഹൃത്തുമാണ്, എന്റെ എന്താ പറയുക, എന്റെ കുടുംബക്കാരനുമാണ്, എന്റെ നാട്ടുകാരനുമായ ഒരു അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ മോശമായിട്ട്, വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടായില്ല. പക്ഷെ അതൊന്നും സാരിയില്ല, ഓനിക്ക് ചെറിയൊരു കിറുക്കുണ്ട്. ഈ അബ്ദുൽ ഖാദർ ചെറിയൊരു കിറുക്കാണ്. അത് മാത്രമല്ല, കിറുക്ക് മാത്രമല്ല, അതേ 24 മണിക്കൂർ ലീഗ് ഓഫീസിലാണ്. ഒരു മനുഷ്യന് 24 മണിക്കൂർ അവന്റെ സമയത്തിൽ 90% ലീഗ് ഓഫീസിൽ ചെലവാക്കി കഴിഞ്ഞാൽ ഓനിക്ക് എത്രമാത്രം ബുദ്ധിയും വിവരം ഉണ്ടാവുമെന്ന് പ്രേക്ഷകരായി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാനൊന്നും അതിനെക്കുറിച്ചും പറയുന്നില്ല. എന്നെ വിമർശിച്ചോ, നിങ്ങൾ എന്നെ വിമർശിക്കണോ, എന്നാലേ എന്റെ എന്താവോ എന്റെ അടുക്ക് വരുന്ന തെറ്റുകൾ എനിക്ക് തിരുത്താൻ വേണ്ടി പറ്റൂ. പക്ഷെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു തെറ്റും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്നാ, പണ്ഡിതന്മാരെ ഫോട്ടോ ദുരുപയോഗം ചെയ്യരുത് എന്നാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ മേലെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് നോക്കിയാട്ടെ. ഇത് നിങ്ങൾ ആരെങ്കിലും ലീഗിന്റെ പ്രവർത്തകന്മാരെ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഫോട്ടോ? ഞാൻ ഏതായാലും ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോൾ ഉള്ളതല്ല, കുറച്ച് മുമ്പുള്ളതാണ്. ഈ ഫോട്ടോ എങ്ങനെയായിരിക്കും ആ വീട്ടുകാർക്ക് എത്തിയിട്ടുണ്ടാവുക? ഏതൊരു പരിപാടിക്ക് എത്തിയത് ഈ ഫോട്ടോ വെച്ച് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടി, അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. കക്കൂസിന്റെ ഡോർമേൽ ഇത് ഒട്ടിച്ച് വെച്ച് അവർക്ക് കക്കൂസിന്റെ ഡോറായി. അല്ലെങ്കിൽ കോഴിക്കൂട്ടിന്റെ മേലെയിലിടൂ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പശുവിന്റെ തൊഴുത്തി കൊണ്ടപ്പെട്ടിടൂ. ഇങ്ങനെ എല്ലാ അവസ്ഥകളുണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിങ്ങനെ ആക്കി വിട്ടു കഴിഞ്ഞാൽ ഒരു പരിപാടിക്ക് വെക്കുക, ആ പരിപാടി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക, അത് കൊണ്ടുപോയിട്ട് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ പണ്ഡിതന്മാരെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിലുള്ള ആൾക്കാരല്ലാന്ന് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയേ. ബഷീർ സാഹിബ് സീതി ജാജി സാഹിബിന്റെ മോനാണ്, അദ്ദേഹം പൊട്ട്. ഉമ്മൻചാണ്ടി സാറില്ലേ, കോൺഗ്രസ്സുകാർ എത്രമാത്രം ഇഷ്ടപ്പെടുന്നൊരു നേതാവാണ് കോൺഗ്രസിന്റെ. അതേപോലെ ഹൈദരലി തങ്ങൾ ചെറിയ മനുഷ്യനാ, വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു പണ്ഡിതം കൂടിയാണ്. ഈ ഹൈദരലി തങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള തങ്ങന്മാരെ പോലെയല്ല, അദ്ദേഹം ഫൈസി വിരുദ്ധമുള്ള മനുഷ്യനാ, ഇൽമുള്ള മനുഷ്യനാണ് അദ്ദേഹം. അത് മാത്രമല്ല, അദ്ദേഹം SSFന്റെ പ്രഥമ പ്രസിഡന്റ് കൂടിയാണ്. രൂപീകരണ സമയത്ത് SSFന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ചെറിയ മനുഷ്യനല്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോ നേടാ കക്കൂസിന്റെ ഡോർമേൽ വെച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കേ, ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാ? ഞാൻ ഏതായാലും ഇഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല, ലീഗിന്റെ സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഉപ്പാന്റെ ഫോട്ടോ, നിങ്ങളിപ്പോൾ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവും, ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഉപ്പാന്റെ ഫോട്ടോ ഇങ്ങനെ ഈ കക്കൂസിന്റെ ഡോർമേലും കോഴിക്കൂടിന്റെ മേലേലും അല്ലെങ്കിൽ ആട്ടാരന്റെ മേലേലും അല്ലെങ്കിൽ പശുവിനെ തൊഴുത്തിലും ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വിഷമമുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാ? അതേപോലെ തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിന്റെ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അത് ശരിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ? അതല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞേ. അതിന്റെ പേരിൽ എന്റെ വെരടിക്ക് കയറി എന്നാന്ന് കാര്യോ? ഞാൻ പറഞ്ഞാലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞാനെന്ത് ചെയ്തു? അത് തിരുത്തിക്കോളൂ. നിങ്ങൾ തെറ്റെന്ന് പറയുമ്പോൾ തിരുത്താൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ എന്നെ വിമർശിച്ചോ, അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. നിങ്ങൾ എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചോ, അതിൽ എനിക്ക് വിഷമമില്ല. ഞാനിത് നിങ്ങൾ എന്നെ വിമർശിക്കും എന്നുള്ള മുൻകരുതലോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞെന്നാ, പണ്ഡിതന്മാരെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോകളിലെല്ലാം ഈ ഫോട്ടോകളിലെല്ലാം ഫ്ലക്സുകളിൽ വണ്ടിന് മേലെ ഒട്ടിക്കുന്നതെല്ലാം ഒഴിവാക്കണമെന്നാണ് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിക്കുക. സ്വസ്ഥമായിട്ട് നിങ്ങൾ പ്രഷർ കൂട്ടിയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പിടുത്തം കിട്ടൂല. നിങ്ങളെ ലീഗ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി സ്വയം ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആലോചിച്ച് നോക്ക്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റുണ്ടോ ഇല്ലെന്ന്. ഉണ്ടെങ്കിൽ എന്നെ വിമർശിച്ചോ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു കരുതുന്നു. നിങ്ങൾ എന്നെ വിമർശിക്കുമ്പോൾ എന്താണ് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ഫോട്ടോ വെച്ചതിന്റെ പേരിൽ വിമർശിക്കണ്ട. ഇതെനിക്ക് ഒരാൾ അയച്ചു തന്നതാണ്. ഇത് കുറച്ച് പഴക്കമുള്ള ഫോട്ടോ ആണ്, പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ അടുക്ക് ഇല്ലായിരുന്നു, വേറൊരാൾ എനിക്ക് തന്നത് കൊണ്ട് ഞാൻ ഈ കാര്യം രണ്ടും കൂടി കോട്ട് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ.